അങ്ങനെ സ്നേഹക്കൂട്ടിൽ ഒടുവിൽ നമ്മുടെ പല്ലവിയും സേതുവും മനസ്സ് തുറക്കുന്നുവോ? അതേ പ്രേക്ഷകരെ, നമ്മുടെ പല്ലവി ഇന്ന് കോളേജിൽ പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മുടെ സേതു അവിടെ നിൽക്കുന്നുണ്ട്. സേതു എന്തൊക്കെയോ ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ മടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പല്ലവി പറയുന്നുണ്ട്, എന്താണെങ്കിലും ചോദിച്ചോളൂ സേതുവേട്ടൻ എന്നോട് എന്തോ പറയാനോ ചോദിക്കാനോ ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ സേതു ചോദിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഇന്ദ്രൻ ഒരു ഒത്തുതീർപ്പിന് വന്നാൽ നീ ഡിവോഴ്സിൽ നിന്നും പിന്മാറുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ സേതുവിൻ്റെ ചോദ്യം കേട്ടോ. അപ്പം നമ്മുടെ പല്ലവി പറയുന്നുണ്ട്, ഇത്ര നാളായിട്ട് എന്നെ മനസ്സിലായിട്ടില്ലല്ലേ എന്നിങ്ങനെ ചോദിച്ച് ഇങ്ങനെ നിൽക്കുന്നൊരു രംഗം. അപ്പുറത്ത് നമ്മുടെ ഇന്ദ്രൻ്റെ വീട്ടിലാണെങ്കിൽ നമ്മുടെ ഇന്ദ്രൻ നമ്മുടെ വക്കീലിനെ മെക്കിട്ട് കയറുക, നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്ന പൈസ തരുന്നത് പല്ലവി എനിക്ക് തിരിച്ചു തരാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ വക്കീൽ പറയുന്നുണ്ട്, ഞാൻ ഉറപ്പായും പല്ലവിയെ നിങ്ങൾക്ക് തിരിച്ചു തരും എന്ന് നമ്മുടെ വക്കീലും വാക്കു കൊടുക്കുന്നു കേട്ടോ അവിടെ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു രംഗം. അപ്പുറത്ത് അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ പൂർണിമാമ്മയും ഋതുവും തമ്മിലുള്ള ഒരു രംഗം കേട്ടോ. നമ്മുടെ പൂർണിമാമ്മയോട് നമ്മുടെ ഋതു എന്തൊക്കെയോ നമ്മുടെ സേതുവിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ പൂർണിമ ഇങ്ങനെ പറയുന്നതാണ്, എൻ്റെ മക്കളെപ്പോലെ തന്നെ ഞാൻ സ്നേഹിക്കും നമ്മുടെ പല്ലവിയും സേതുവിനെ, നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് നമ്മുടെ പൂർണിമ എടുത്തടിച്ച് മുഖത്ത് നോക്കി പറയുന്ന ഒരു രംഗം. അപ്പുറത്താണെങ്കിൽ നമ്മുടെ പ്രതാപൻ്റെ ആ ഒരു കള്ളക്കളി, എന്താ പറയുക, ആ ഒരു കള്ളപ്പണം കൊണ്ടാണ് താൻ ഇത്രയും നാളും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് എന്നുള്ളൊരു കാര്യം എല്ലാം നമ്മുടെ ED അറിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ എൻഫോഴ്സ്മെൻറ്റിന് ആൾ തരികയും നമ്മുടെ നമ്മുടെ ED കയ്യോടെ പൊക്കിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും ആട്ടോ. അപ്പം നമ്മുടെ പ്രതാപൻ എന്നാൽ ചങ്കുറ്റത്തോടെ നിൽക്കുന്നുണ്ട്, എന്നെ അറസ്റ്റ് ചെയ്തോ, നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യണോ, എൻ്റെ കള്ളക്കളി കണ്ടുപിടിച്ചോ, എന്നെ അറസ്റ്റ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് കയ്യൊക്കെ കാണിച്ച് കൊടുക്കുന്നുണ്ടോ. ഇനി എന്താണ് ഉദ്ദേശം എന്നൊക്കെ അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.